നിർത്താതെ പോയ KSRTC ബസ്സിന് കല്ലെറിഞ്ഞ കേസിൽ പോലീസ് വിട്ടയച്ചയാളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണംകുഴി പുതുക്കുടി സ്വദേശി ഹമീദ് അലിയെയാണ് ബുധനാഴ്ച രാവിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽമൈൽ, മംഗളൂർ. തലപ്പാടിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് ബസ്സിന് കല്ലെറിഞ്ഞ സംഭവം ഉണ്ടായത്. മംഗളൂരു ഭാഗത്തു നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന കേരള KSRTC ബസ്സിന് കർണാടകയിലെ തലപ്പാടിയിൽ വെച്ച് കല്ലേറുണ്ടായി. കല്ലേറിൽ ബസ്സിന്റെ പിൻവശത്തെ ചില്ല് തകർന്നു. തുടർന്ന് ബസ്സിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ പരിശോധനയിൽ കല്ലേറ് നടന്നത് കർണാടക പരിധിയായ തലപ്പാടിയിലാണെന്ന് വ്യക്തമായതോടെ കേസ് ഉള്ളാൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണംകുഴി പുതുക്കുടി സ്വദേശി ഹമീദ് അലിയെ തിങ്കളാഴ്ച രാത്രി പിടികൂടി അറസ്റ്റ് ചെയ്ത് നോട്ടീസ് നൽകി വിട്ടയച്ചത്. അന്നേ ദിവസം രാത്രി തലപ്പാടിയിൽ ബസ് കാത്തുനിന്ന ഹമീദിന് 2 കർണാടക RTC ബസ്സുകളും പിന്നാലെ എത്തിയ കേരള KSRTC ബസ്സും കൈകാട്ടിയിട്ടും നിർത്താതെ പോയതിനെ തുടർന്നാണ് കല്ലെറിഞ്ഞതെന്നാണ് വിവരം. പോലീസ് സ്റ്റേഷനിലും അയാൾ പറഞ്ഞത്, ഞാൻ ബസ് ഉപ്പള പോയതിന് വേണ്ടി ബസ് കൈക്ക് നിർത്തുമ്പോൾ നിർത്താത്ത കൊണ്ട് ഞാൻ അത് ചില്ല് പൊട്ടിച്ചത്. അന്ന് ഒരുപാട് എന്തെല്ലാം രാത്രി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ പാസഞ്ചറുടെ കൈ കാണിച്ച് നിർത്തുന്നില്ല പറഞ്ഞിട്ട് ഈ ബസ് KSRTC ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനിങ്ങനെ കല്ല് എറിഞ്ഞ ശേഷം ഈ ബസ് നിർത്തിയത്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഇയാളോ ഇങ്ങനെ സംഭവം പറഞ്ഞത്, ഞാൻ കല്ലെറിഞ്ഞത് ഞാൻ തന്നെ, പക്ഷേ ഈ നിർത്താത്ത കൊണ്ട് ഇത് ചെയ്തത്. അന്ന് ഞാൻ ATOക്ക് സംസാരിച്ച്, KSRTCൻ്റെ ATOയിൽ സംസാരിച്ച് അന്ന് രാത്രി. അന്ന് ATO പറഞ്ഞ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ഈ KSRTCൻ്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ ചെയ്തത് ഇയാൾ, അപ്പോൾ ഇതിൻ്റെ ചില്ലിൻ്റെ പൈസ ഞാൻ അടക്കാം. അപ്പോൾ ATO പറഞ്ഞ് പറ്റൂല, ഇതിൻ്റെ FIR എന്നാവണം പറഞ്ഞ്. അപ്പോൾ ഈ സംഭവം പറഞ്ഞിട്ടും ATO കേട്ടില്ല. പിന്നെ വീണ്ടും പോലീസ് സ്റ്റേഷൻ്റെ SI പോലെ സംസാരിച്ച് ഇങ്ങനെ ഇതായത് അയാൾക്ക് വയ്യ, സുഖമില്ല, SI എല്ലാം സംസാരിച്ചിട്ട് ATO ഇതിനെപ്പറ്റി കേട്ടില്ല. അതിൻ്റെ ശേഷം MLA പോലും സംസാരിച്ച് ATO കേട്ടില്ല. അതിന് പിന്നെ വീണ്ടും രാവിലോളം അവിടെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി. അതിൻ്റെ അതിർത്തി അത് കർണാടക അതിർത്തി ആയതുകൊണ്ട് അത് കർണാടകം പറഞ്ഞിട്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ സാറുമാർ അതിനെ ഒഴിവാക്കി. അങ്ങനെ കർണാടക പോലീസ് ഇതിനെ കൊണ്ടുപോയി ഈ വ്യക്തിനെ, ഹമീദിനെ പറ്റുന്ന വ്യക്തിനെ കർണാടക ഇതാക്കിയിട്ട് ആടെ സ്വന്തം ജാമ്യം കൊണ്ട് വിട്ട്. ഹമീദിനെ പോലീസ് പിടികൂടിയ സമയത്തെ ചിത്രം ആരോ എടുത്ത് വാട്സാപ്പിൽ പങ്കുവച്ചിരുന്നു. മലപ്പുറം സ്വദേശിനിയായ ഭാര്യ സ്വന്തം വീട്ടിലായിരുന്നതിനാൽ ചിത്രം ലഭിച്ചതോടെ ഭർത്താവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് അയൽവാസിയോട് വീട്ടിൽ പോയി നോക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഹമീദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.